ഓക്കെ, കമോൺ. ആ വേർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സ്ട്രെസ്. എന്താ സ്ട്രെസ് ആക്ച്വലി? അവർക്കൊരു വ്യക്തമായ പ്ലാന് മുന്നിലില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നില്ലാത്തതുകൊണ്ട് അവരാകെ കലങ്ങി മറിഞ്ഞ് ശരി, സ്ട്രെസ് എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ജിക്ക്. ഇനി സിമ്പിളാ. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. വളരെ സിമ്പിളാ. ഈ സ്ട്രെസ്സിന്റെ ഇമോഷൻ, 2 ഇമോഷൻസ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് സാഡ്, സങ്കടം. എനിക്കിത് പറ്റുന്നില്ല, അത് എന്താ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര സങ്കടത്തില എന്ന് പറയും. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നക്കാരനാ, ഗിൽട്ട്. ആവശ്യമില്ലാത്തൊരു സാധനമാണത്. അയാളെ കൊല്ലുന്ന, അത് ശരിക്കും ഒരു ക്യാൻസറിന്റെ അസുഖം പോലെ തന്നെയാണ് ഈ ഗിൽട്ട് എന്ന് പറയുന്ന സാധനം. നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നൊരു സാധനമാണ് ഗിൽട്ട്. അപ്പം സങ്കടം വന്ന ഒന്ന് കെട്ടിപ്പിടിച്ച്, ഒരു മാനേജർ ആണെങ്കിൽ പോലും മക്കളെ നീ ഒരു പേടിക്കാൻ വേണ്ട, നിനക്ക് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യം കൊണ്ടാണ് നിനക്ക് ആ സ്ട്രെസ്, നീ ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഗിൽട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് വലിയ പാടാ. പരമാവധി അവൻ പുറകോട്ട് വലിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനേ നോക്കൂ. അത് അവൻ്റെ ലൈഫിൽ അവന് ഒരിക്കലും ഗുണം നൽകില്ല, മോശം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ സ്ട്രെസ് വളരെ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? എനിക്ക് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, യഥാർത്ഥത്തിൽ എനിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എനിക്കെന്താ സംഭവിച്ചെന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ പെർഫെക്റ്റ് ആണ്, ഐ ആം പെർഫെക്റ്റ്, ബട്ട് ഐ കാൺ ഡു ദാറ്റ്. ഇപ്പം പറയും, ഞാൻ വളരെ ക്ലിയർ ആണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എനിക്ക് അപ്രൂവൽ ആക്കി തരേണ്ട സാധനമാണ്, പക്ഷെ അതെനിക്ക് അപ്രൂവൽ തരുന്നില്ല. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ അല്ലത്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അല്ല, ഇയാളുടെ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇയാൾ കണക്ട് ചെയ്തില്ല? ശരിയല്ലേ? അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കണക്കാക്കുക.